ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണേ. നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നല്ലൊരു ചക്കക്കുരു മുരിങ്ങയിലയും കൊണ്ടുള്ള കറിയുടെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ചക്കക്കുരുക്കെ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ ചക്കക്കുരു നമുക്കൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കാൻ വെക്കാം. ഈ സമയം നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയിട്ട് ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ജീരകം, മഞ്ഞൾ പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ട് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ചക്കക്കുരു ഒന്നിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ വെന്തോ എന്നാണ് അർത്ഥം. ഇനി ഇതിലേക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി ഈ മുരിങ്ങയിലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വാടി വരണം. അതുവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇളക്കി എന്താ പറയുക, അതൊന്ന് കുക്ക് ചെയ്ത് സ്മെല്ല് നമുക്കിങ്ങനെ വരും. ഇലേൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കർക്കിടകം കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചക്കക്കുരും മുരിങ്ങയില ഇട്ട് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ കറിക്കൊക്കെ ചെയ്യുന്നത് പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് വറുത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം പറയാം.